അടിയന്തരാവസ്ഥയെക്കുറിച്ച് ശശി തരൂർ ഇന്ന് ദീപികയിൽ ഒരു ലേഖനം എഴുതുകയുണ്ടായി. ഇന്നിപ്പോൾ അത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഒരു നാഷണൽ ലെവലിൽ തന്നെ ഒരു ന്യൂസ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ വാർത്തയെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഷിബിലി, ഞാൻ ആ ലേഖനം ഒന്ന് ഓടിച്ച് വായിച്ചിരുന്നു. ആ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വസ്തുതാപരമാണ്. കാരണം അടിയന്തരാവസ്ഥയൊന്നും ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല. അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ക്രൈം ഓൺലൈനിൽ, നമ്മളിപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക ആ വീഡിയോയുടെ, ക്രൈം ഓൺലൈനിൽ നമ്മൾ ജിൻഡോ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, ഒരു യുവ കോൺഗ്രസ് നേതാവ്, അതുപോലെ തന്നെ NM പിയേഴ്സൺ മാഷ്, നമുക്കറിയാലോ രാഷ്ട്രീയ നിരീക്ഷകനാണ്, പിന്നെ ഞാനും വരുന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ച ഈ അടിയന്തരാവസ്ഥ അനിവാര്യമായിരുന്നു എന്ന് ജിൻഡോ പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. ജിൻഡോ പറയുന്ന വാദത്തിൽ നിന്നാണ് നമ്മൾ അത്തരത്തിലുള്ളൊരു ചർച്ചയിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് എൻ്റെയൊക്കെ കൃത്യമായ അഭിപ്രായം, അടിയന്തരാവസ്ഥ ഒരിക്കലും അനിവാര്യമായിരുന്നില്ല എന്ന് മാത്രമല്ല, അത് ലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ഒരു ഇമ്മച്യൂരിറ്റി ആയിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ശശി തരൂർ പറഞ്ഞ ഈ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇത് കോൺഗ്രസ് തന്നെ തുറന്നു പറയേണ്ടതാണ്. കാരണം അടിയന്തരാവസ്ഥയിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും ചില ഗവൺമെൻറ്റുകളെ, ഇപ്പോൾ EMS ഗവൺമെൻറ്റിനടക്കം പിരിച്ചുവിട്ടത് ഞങ്ങൾക്ക് തെറ്റുകൾ പറ്റിയെന്നൊക്കെ തുറന്നു പറയേണ്ടതാണ്. ഇപ്പോൾ AK ആന്റണി വിമോചന സമരത്തെ തള്ളി പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അദ്ദേഹം തന്നെ നയിച്ച വിമോചന സമരത്തെ അദ്ദേഹം പിന്നീട് തെറ്റായിരുന്നു, അന്നത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കാര്യം ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? കുഴപ്പം ഇപ്പം കോൺഗ്രസ് BJPയെ എതിർക്കുന്നത് ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ്. മനസ്സിലായോ? ആ ഭരണഘടന നിങ്ങൾ 2 കൊല്ലത്തേക്ക് ക്യാൻസൽ ചെയ്തവരാണ്. ഞങ്ങൾ അത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളതാണ് ആര് ചോദിക്കുന്നത്? ഈ പറയുന്ന BJP ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പല ഗവൺമെൻറ്റുകളെയൊക്കെ പിരിച്ചുവിട്ട നടപടികൾ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് പറയുന്നത്. അപ്പോൾ പ്രഖ്യാപിത അടിയന്തരാവസ്ഥ ചെയ്തവരാണ് നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ടതാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കണ്ടുപഠിക്കേണ്ടത് ക്രിസ്ത്യാനിറ്റിയെയും അതുപോലെ മാർപ്പാപ്പമാരെയും ഒക്കെയാണെന്ന് ഞാൻ പറയും. കാരണം റെഡ് ഇന്ത്യൻസ് ആയിട്ടുള്ള നിരവധി കുട്ടികളെ ഇപ്പോൾ കാനഡയിലടക്കം നിരവധി സ്ഥലങ്ങളിൽ അവർ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അവരുടെ മതപഠനശാലകളിലൊക്കെ അല്ലെങ്കിൽ സ്കൂളുകൾ നടത്തിക്കൊണ്ടിരുന്നവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊന്നുകളഞ്ഞിട്ടുണ്ട്. അവരുടെ അവശിഷ്ടങ്ങളൊക്കെ ഈ അടുത്ത് പോലും കിട്ടിയിട്ടുണ്ട്. 250-ലധികം കുട്ടികളുടെ അവശിഷ്ടങ്ങൾ കാനഡയിലെ ഒരു റെഡ് ഇന്ത്യൻസ് ആയിട്ടുള്ള കുട്ടികളെ കൊന്നുകളഞ്ഞതിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഈ അടുത്ത കാലത്താണ്. ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാർപ്പാപ്പയെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഒരു സ്വയം വിമർശനമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഭകൾക്കുള്ളിൽ ചില മഠങ്ങളിലെങ്കിലും ലൈംഗിക ചൂഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമെന്നേ? അപ്പോൾ 1975 നടന്നിട്ടുള്ള ഒരു അടിയന്തരാവസ്ഥ, അതിൻ്റെ 50-ാം ആണ്ട് ആഘോഷിക്കുന്ന വേളയിൽ കോൺഗ്രസ് അത് തുറന്നു പറയേണ്ടതാണ്. പിന്നെ നമുക്ക് ഈ ലേഖനത്തിൽ ആകെ ആരോപിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? ആ ലേഖനത്തിൻ്റെ വസ്തുതകൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് വിമർശിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം പറയുന്നത് ഇത്തരം പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം, ഇക്കാലത്തും അത് പ്രസക്തമാണ്, അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കണം. വലിയ തോതിൽ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു എക്സിക്യൂട്ടീവിനെ വേണമെങ്കിൽ ഇങ്ങനെ രാജ്യത്തെ മാറ്റിമറിക്കാൻ കഴിയും. അപ്പം ജനാധിപത്യം എത്രത്തോളം അനിവാര്യമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണമെന്നാണ്. അതിലെല്ലാം കൊണ്ട് വേണമെങ്കിൽ BJPക്കെതിരെയുള്ള വിമർശനമായിട്ടുമൊക്കെ അതിനെ നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള ശശി തരൂരിനെ എതിർക്കാൻ അത്ര പ്രായോഗികമല്ല. അപ്പം യഥാർത്ഥത്തിൽ കൃത്യമായി ഇത് കോൺഗ്രസ് കൂടി ഇതിനെ തള്ളിപ്പറയണം, രാഹുൽ ഗാന്ധി കൂടി ഇതിനെ തള്ളിപ്പറയണമെന്നാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും ഇൻഡയറക്ട്ലി ഇന്ദിരാഗാന്ധി മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള ആളുകളൊക്കെ തന്നെ ഇത് തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി വ്യക്തവും കൃത്യവുമായി ഇത് തള്ളിപ്പറയണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന BJP മാധ്യമങ്ങളെല്ലാം പിടിച്ചടക്കുന്നു, അല്ലെങ്കിൽ പ്രലോഭനത്തിലൂടെ, അല്ലെങ്കിൽ അവരെ അടിമപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ? ഇത് BJPക്കെതിരെ ഉന്നയിക്കുമ്പോൾ BJP ഉടനെ തന്നെ ചോദിക്കുന്നത്, നിങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ അന്ന് രാത്രി തന്നെ മാധ്യമങ്ങളിലേക്കുള്ള ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തവരല്ലേ എന്നാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ തുറന്നു പറച്ചിൽ അനിവാര്യമാകുന്ന കാലത്താണ് എന്നുള്ളത് കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതാണ് യാഥാർത്ഥ്യം. സാറിപ്പം പറയുന്നത് തുറന്ന് തെറ്റ് സമ്മതിക്കണം എന്നുള്ളത്. സാർ എന്താണ് ഇത്രത്തോളം പ്രശ്നമായുള്ള അടിയന്തരാവസ്ഥ എന്ന് വിശദീകരിക്കാമോ? അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച കാരണങ്ങൾ നമ്മൾ ആദ്യം പറയാം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായ കാരണങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് ചർച്ച ചെയ്തിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച കാരണങ്ങളിലൊന്ന്, നമ്മുടെ രാജ്യത്ത് തന്നെ കോൺഗ്രസിൻ്റെയൊക്കെ ഭരണചരിത്രത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ വലിയ തോതിൽ അഴിമതി ആരോപണങ്ങൾ കേട്ടിട്ടുള്ള ഒരു സമയമായിരുന്നു. പല റീസൺസ് ഉണ്ട്. അതിൽ ചില റീസൺസ് പറഞ്ഞിട്ട് ഞാൻ ഏറ്റവും ലാസ്റ്റത്തെ റീസണിലേക്ക് വരാം. കൂടാതെ നമുക്കറിയാലോ, ഇപ്പോൾ അത് ഗുജറാത്തിലാണ് ഏറ്റവും ആദ്യത്തെ സമരം ഉണ്ടാകുന്നത്. ഗുജറാത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്നാണ് ആ സമരം ഉണ്ടാകാൻ കാരണം.
ഹോസ്റ്റലിലെ ഈ മെസ് ഫീസ് 20% കൂട്ടി എന്ന് പറഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ആ സമരം വീണ്ടും ബീഹാറിലേക്ക് കത്തിപ്പടരുന്നു, ബീഹാറിലുണ്ടാകുമ്പോഴാണ് നമ്മുടെ ഇപ്പോഴത്തെ ലല്ലു പ്രസാദ് യാദവ്, അതായത് അദ്ദേഹം പിന്നീട് ബീഹാറിലേക്ക് മുഖ്യമന്ത്രിയായിരുന്ന ലല്ലു പ്രസാദ് യാദവ്, അദ്ദേഹത്തിന് 26 വയസ്സുള്ളപ്പോൾ അദ്ദേഹമാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം ചെന്ന് വിളിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ജയപ്രകാശ് നാരായണൻ എന്ന് പറയുന്ന 70 വയസ്സ് കഴിഞ്ഞ് 74 വയസ്സോളമുള്ള ഒരു ഗാന്ധിയനായ മനുഷ്യനെ ഈ സമരമുഖത്തേക്ക് ഇറക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ സമരം അക്രമാസക്തമാകില്ലെങ്കിൽ ഞാനിതിൻ്റെ മുൻനിരയിൽ നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ സമരത്തിൻ്റെ മുൻനിരയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സമരങ്ങളെല്ലാം തന്നെ പക്ഷേ നമുക്കറിയുന്ന പോലെ CIA ഫണ്ടഡ് ആയിരുന്നു എന്നൊക്കെയാണ് അന്നത്തെ ഗവൺമെൻറ്, അതായത് കോൺഗ്രസ് ഗവൺമെൻറ്റൊക്കെ ആരോപിച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാ സമരങ്ങൾക്കും ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്നു എന്നാണ് BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് പറയാൻ കഴിയുന്ന ചില സാഹചര്യങ്ങൾ അന്നുണ്ടായിരുന്നു. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ 1962 ചൈനയുമായിട്ടൊരു യുദ്ധമുണ്ടാകുന്നു. അതിനുശേഷം അന്നേരം എക്സ്റ്റേണൽ എമർജൻസി ഉണ്ട്. പിന്നെ 70കളിൽ നമുക്കറിയാം പാകിസ്ഥാനായിട്ട് യുദ്ധം ഉണ്ടാകുമ്പോൾ ഒരു എക്സ്റ്റേണൽ എമർജൻസി ഉണ്ട്. പാകിസ്ഥാനായിട്ട് യുദ്ധം ഉണ്ടാകുന്നു, ഇന്ത്യ പാകിസ്ഥാനെ യഥാർത്ഥത്തിൽ പാകിസ്ഥാനും ബംഗ്ലാദേശുമായി എന്ത് ചെയ്യുന്നു, വിഭജിക്കുന്നു. ആ യുദ്ധത്തോടുകൂടി സംഭവിക്കുന്നു. അപ്പോൾ ആ സമയത്താണ് നമുക്കറിയാം റിച്ചാർഡ് നിക്സൺ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ഞങ്ങൾ ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വരും എന്നൊക്കെ പറയുന്നത്. അപ്പോഴാണ് ഇന്ദിരാഗാന്ധി പറയുന്നത് അങ്ങനെ വന്നാൽ വെറും കൈയോടെ നിങ്ങൾ തിരിച്ച് പോവില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ഇവിടുത്തെ ഗവൺമെന്റിനെ ഒന്ന് ഡീസ്റ്റെബിലൈസ് ചെയ്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ തൊഴിലില്ലായ്മ വലിയ തോതിൽ രൂക്ഷമായിരുന്നു ഇന്ത്യ രാജ്യത്ത്. വിലക്കയറ്റം അതിരൂക്ഷമായിരുന്നു. കാരണം ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ വില ബാരലിന് $3 നിന്ന് $12 കുതിച്ചുയർന്ന കാലമാണ്. അപ്പം അത്തരത്തിൽ നോക്കിയാൽ ഇക്കണോമിക്കായ രാഷ്ട്രീയമായിട്ടുള്ള മറ്റു വിദേശ ശക്തികളുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ വലിയ കാരണമായിട്ടുള്ള ഒരു കാരണം ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ഷിബിലി അറിയേണ്ടത് ഇന്ദിരാഗാന്ധി വലിയ തോതിലുള്ള ഇമേജുള്ള ഒരു നേതാവാണ്. കാരണം 1971 അവർ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നുണ്ട്. അതിനു മുമ്പ് നമുക്കറിയാം വലിയ തോതിലുള്ള കാർഷിക വിളവെടുപ്പ് എന്നുണ്ടായ ഒരു സമയമാണ്. യുദ്ധം ജയിച്ചിട്ടുള്ള നിൽക്കുന്ന നിൽപ്പാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ ഇമേജിൽ നിന്നാണ് ഇത്തരത്തിലുള്ള തകർച്ചകളിലേക്ക് ഗവൺമെൻറ് വീണു പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ റീസൺ, അത് പറയാതിരുന്നാൽ ശരിയാവില്ല, ആ റീസണാണ് യഥാർത്ഥത്തിൽ ഉള്ള റീസൺ എന്ന് ഞാനിപ്പോഴും വിചാരിക്കുന്നു. കാരണം ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചോളം ഇന്ദിരാഗാന്ധി പെട്ടെന്ന് ഭയന്നു പോയ, ഷാറ്റേഡായി പോയ ഒരാളാണ്. ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് എല്ലാവരും പറയുന്ന അയൺ ലേഡി എന്നൊക്കെയാണ്. പക്ഷെ അവരെ നേരത്തേക്ക് ആദ്യം ലാൽ ബഹദൂർ ശാസ്ത്രി അടക്കമുള്ള ആളുകൾ ഇവരെ ഏറ്റവും ആദ്യം നെഹ്റുവിൻ്റെ മിനിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഇവരെ വിളിച്ചിരുന്നത് ഭൂങ്കി ഗുഡിയ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആരോടും സംസാരിക്കാത്ത ഒരു പാവ എന്നുള്ളതാണ്. പിന്നീടും അവരെ ഗ്ലാസ് ടോൾ എന്നൊക്കെ വിളിച്ച ആളുകൾ ഇത്തരത്തിൽ കളിയാക്കിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രോവേർട്ടായ ഒരാൾ കൂടി ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഇന്ദിരാഗാന്ധിക്കെതിരെ രാജ്നാരായൺ എന്ന് പറയുന്ന ഒരാൾ റായ്ബറേലിയിൽ മത്സരിക്കുന്നു. ആ മത്സരിക്കുന്നയാൾ കൊണ്ടുപോയിട്ട് ഇന്ദിരാഗാന്ധി ജയിക്കുന്നു. പക്ഷെ റായ്ബറേലിയിൽ മത്സരിച്ച് രാജ്നാരായണൻ കൊണ്ട് കേസ് കൊടുക്കുന്നു. ആ കേസിൽ രാജ്നാരായണന് അനുകൂലമായിട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ വിധിയുണ്ടാവും. 14 കാരണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്നാരായണൻ പോയ കേസിനുള്ളത്. പക്ഷെ അതിൽ മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും പരിഗണിക്കപ്പെട്ടില്ല. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ 2 കാരണങ്ങൾ. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഗവൺമെൻറ് സർവൻറ്റിൽ ആയിരുന്ന അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു എന്ന് പറയുന്നൊരു കാര്യം ശരിവെക്കുന്നു. ആ ശരിവെച്ചുകൊണ്ട് ഇദ്ദേഹം അലഹബാദ് ഹൈക്കോടതി ഈ തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. സുപ്രീം കോടതിയിൽ കേരളീയനായിട്ടുള്ള ജസ്റ്റിസ് VR കൃഷ്ണയ്യരാണ് ഇരുന്നത്. VR കൃഷ്ണയ്യർ ഏതാണ്ട് ഭാഗികമായി ഈ കോടതി വിധി ശരിവെക്കുന്നു. അത് തന്നെ വലിയ കുഴപ്പം പിടിച്ചൊരു കോടതി വിധിയായിരുന്നു. ഈ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി തന്നെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക ഒരു ഹൈലി ഇല്ലോജിക്കലായിട്ടുള്ള ഒരു വിധിയാണെന്നാണ്. അത് ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ക്യാൻസൽ ചെയ്ത് കിട്ടിയേനെ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എല്ലാ എക്സ്പെർട്ടായിട്ടുള്ള അഭിഭാഷകർ പോലും പറയുന്നത് അതാണ്. പക്ഷേ പൽക്കിവാല എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകൻ അദ്ദേഹമാണ് ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ഹാജരാകുന്നത്. പക്ഷേ VR കൃഷ്ണയ്യർ ഭാഗികമായി ഇത് ശരിവെക്കുകയാണ്. പക്ഷെ അതൊരു താൽക്കാലിക വിധിയായിരുന്നു. ആ ഭാഗികമായി ശരിവെക്കുന്നതിൻ്റെ കാര്യം രസകരമാണ് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ആസ് എ പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഇന്ദിരാഗാന്ധി രാജിവെക്കേണ്ടതില്ല. ഇന്ദിരാഗാന്ധിക്ക് പാർലമെൻറ്റിൽ പങ്കെടുക്കാം. പക്ഷേ ഒരു MP എന്നുള്ള നിലയ്ക്ക് ഇന്ദിരാഗാന്ധിക്ക് പാർലമെൻറ്റിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് കേൾക്കുന്നവർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം ആ കൺഫ്യൂഷനോട് കൂടിയാണ് ഈ വിധി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതൊരു ഇടക്കാല വിധിയായിരുന്നു. ഫൈനൽ ജഡ്ജിമെൻറ്റ് ഒരുപക്ഷെ കുറച്ച് നാൾ ഇവർ മാറി നിന്നിട്ട് വേറെ ആരെങ്കിലും ഭരണം ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിക്ക് തിരിച്ചു വരാൻ കഴിയുമായിരുന്നു.
പക്ഷെ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് ആ ഇന്ദിരാഗാന്ധി ഒന്ന് ഷാറ്റേഡായി പോവുകയും നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഈ ഇന്ദിരാഗാന്ധിയുടെ മകൻ നമുക്കറിയാലോ രാജീവ് ഗാന്ധി സഞ്ജയ് ഗാന്ധി ആയിരുന്നു. അതിൽ സഞ്ജയ് ഗാന്ധിക്കായിരുന്നു ഏറ്റവും കൂടുതൽ സ്വാധീനം ഇന്ദിരാഗാന്ധിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സഞ്ജയ് ഗാന്ധിയോടക്കമുള്ള കിച്ചൺ ക്യാബിനറ്റിനോട് ഇവരിതൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. സിദ്ധാർത്ഥ ശങ്കർ റേ എന്ന് പറയുന്ന ബംഗാളിലേക്ക് മുഖ്യമന്ത്രി ആയിരുന്നു, അദ്ദേഹത്തെ രാത്രി പെട്ടെന്ന് വിളിച്ചു വരുത്തുന്നു വൈകുന്നേരം. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഭരണഘടനയൊക്കെ വളരെ സാഹൂതം നിരീക്ഷിച്ച് പഠിച്ച് അതിനുശേഷം അദ്ദേഹം പറയുന്നു നമുക്കൊരു ഇൻറ്റേർണൽ എമർജൻസി പ്രഖ്യാപിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇവരുടെ ഉപദേശകരായിട്ടുള്ള ആളുകളൊക്കെ സമ്മതിക്കുന്നു. അങ്ങനെയാണ് രാത്രി തന്നെ ഇൻറ്റേർണൽ എമർജൻസി വരുന്നത്. യഥാർത്ഥത്തിൽ ശിവലി അറിയേണ്ടത് അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു പണിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം പിറ്റേ ദിവസം രാവിലെയാണ് മന്ത്രിസഭ അടിയന്തരമായി ഏതാണ്ട് രാവിലെ തന്നെ 7 മണിക്കോ 6 മണിക്കോ തന്നെ വിളിച്ചു കൂട്ടുന്നത്. എന്നിട്ട് നേരെ എല്ലാവരോടും ചോദിക്കുന്നത് ഞാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. എല്ലാവരും കൂടി തലയാട്ടി പോകുന്നു. ആകെ ഒരാൾ മാത്രം അതിൽ നമ്മളിപ്പോൾ ഒരു എക്സ്റ്റേണൽ എമർജൻസി ഉണ്ടല്ലോ, അപ്പോൾ അതൊരു ഇൻറ്റേർണൽ എമർജൻസി കൂടി വേണോ എന്ന് ചോദിക്കുന്നു. ബാക്കിയുള്ള എല്ലാവരും ശരി എന്ന് പറഞ്ഞ് പോകുന്നു. ഇങ്ങനെയാണ് എമർജൻസി എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യയിൽ വരുന്നത്. ഇപ്പോൾ ഈ ഒരു ലേഖനത്തിൽ ശശി തരൂർ ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പല ആരോപണങ്ങളും പറയുന്നുണ്ട്. അന്നത്തെ ഒരു പാഴ്മുറുക്കുന്നത് കാരണം മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ജുഡീഷ്യറിയിൽ എക്സിക്യൂട്ടീവ് കടന്നു കയറുന്നത്, അതുപോലെ പല കാര്യങ്ങളും ഈ ഭീകരമായ മെജോറിറ്റി ഉണ്ടായാലുണ്ടാകുന്ന ഇഷ്യൂകളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം ശശി തരൂരിനെ വിമർശിക്കുന്നത് അവരുടെ ഒരു പാളിച്ച പറ്റില്ലേ കോൺഗ്രസ്? അല്ല, അതാണ് പറയണത്. അത് ശശി തരൂരിനോട് ഈ കാര്യമൊന്നും പറഞ്ഞ് അല്ലെങ്കിൽ കൃത്യമായി സംവദിച്ചുകൊണ്ട് നിലനിൽക്കാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം, ശശി തരൂർ ഇപ്പോൾ ഈ പണി ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണെന്നൊക്കെ നമുക്ക് സംശയം തോന്നാം. അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിനുള്ളിൽ ഒരു അസംതൃപ്തി കൊണ്ടായിരിക്കാം ഇത് ചെയ്യുന്നത്. അതാണ് ഈ സമയത്ത് ഈ ലേഖനമൊക്കെ വരുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കൊരു സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അങ്ങനെയൊക്കെ തോന്നാം. പക്ഷെ പ്രശ്നം, അദ്ദേഹം ഉയർത്തുന്ന കാര്യങ്ങളെ ഗണ്ണിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യം അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ്സിൽ ഏറ്റവും ആദ്യം തന്നെ മാപ്പ് പറഞ്ഞ് ഈ പ്രശ്നം അവസാനിപ്പിക്കേണ്ടതാണ്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ കാലത്തും ഇതെല്ലാം തന്നെ ഉയർത്തുകയും ഇതൊക്കെ തന്നെ വലിയ തോതിൽ ഡിഫൻസായി BJPക്കും മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കും സംഘപരിവാറിനൊക്കെ ഉയർത്താൻ കഴിയുന്ന ഒരു കാര്യവും ചെയ്യും. കാരണം ഷിബിൽ അറിയേണ്ടത്, ഈ ഭരണഘടനയ്ക്ക് ശേഷം ഇപ്പം മാധ്യമങ്ങളെയൊക്കെ നിങ്ങൾ സ്വാധീനത്തിൽ വെച്ചിരിക്കുന്നു, ഗോദി മീഡിയ എന്നൊക്കെ പറയുമ്പോൾ മാധ്യമങ്ങളുടെ അന്ന് രാത്രി തന്നെ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയാണ്. മാധ്യമങ്ങളിലേക്കുള്ള വൈദ്യുതി കട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കണമെങ്കിൽ വാർത്ത നിങ്ങൾ അയച്ചു കൊടുത്ത് അത് സമ്മതം മേടിച്ച് മാത്രമേ വാർത്ത പ്രസിദ്ധീകരിക്കാൻ കഴിയുള്ളൂ. ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലത്ത് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. അതാണ് ഒന്ന്. രണ്ടാമത് ഷിബിലി വലിയ ആഭാസകരമായിട്ടുള്ളൊരു ഭരണമാണ് പിന്നീട് വന്നത്. ഇപ്പം സഞ്ജയ് ഗാന്ധി പോലെയുള്ള ആളെക്കുറിച്ച് വലിയ തോതിലുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ചില പത്രങ്ങളിൽ ഇദ്ദേഹം കാർ മോഷണത്തിന് നേതൃത്വം കൊടുത്തു, ലക്ഷറി കാറുകളിൽ ഇദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് ആയിരുന്നു, യുവതികൾ ഇദ്ദേഹത്തിന് ദൗർബല്യമായിരുന്നു എന്നൊക്കെയുള്ള നിരവധി ലേഖനങ്ങളൊക്കെ തന്നെ വന്നിരുന്നൊരു ഘട്ടമാണ്. ഇന്ദിരാഗാന്ധിക്ക് പറ്റിയ കുഴപ്പം, ഒന്നവർ ഈ കാര്യത്തിൽ ആകെ ഷാറ്റേഡായി പോയി, ആകെ ഭയന്നു പോയി എന്നുള്ളതാണെങ്കിൽ, രണ്ടാമത്തെ അവർക്ക് ഈ ഭരണത്തിൽ പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം 28 വയസ്സുള്ള സഞ്ജയ് ഗാന്ധിയെ ഏതാണ്ട് 3 വയസ്സുള്ള കൊച്ചു കളിപ്പാട്ടം ചോദിച്ചാൽ വാശി പിടിക്കുന്നത് പോലെ ഇവരെല്ലാം തന്നെ സാധിച്ചു കൊടുത്തിരുന്നു എന്നുള്ളത് കൂടിയാണ്. അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. കാരണം അവരുടെ കല്യാണം ഫിറോസ് ഗാന്ധിയുമായിട്ട് കഴിയുന്നതും ആ ഫിറോസ് ഗാന്ധിയെ വേർപെടുന്നതും ഒക്കെ തന്നെ വലിയ അത്തരത്തിൽ ഒരു ഫാദർ അത്രത്തോളം ശ്രദ്ധിക്കാത്ത 2 കുട്ടികളെ വളർത്തുന്നതും അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇന്ദിരാഗാന്ധിയും വ്യക്തിപരമായി നേരിട്ടിട്ടുണ്ടാവാം. പക്ഷെ ആ ഭരണമെന്ന് പറയുന്നത് ഒരാൾക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം 60 ലക്ഷം പേരെയാണ് ഷിബിലി വന്ധീകരിച്ചത്. അതും ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അതായത് ലോകത്ത് ഒന്ന് വലിയ ലോകരാജ്യങ്ങളിൽ നമുക്ക് വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു അത്തരത്തിൽ കൊണ്ടുവരാൻ. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മളിപ്പോൾ പട്ടികളൊക്കെ വന്ധീകരിക്കുന്ന പോലെ കല്യാണം പോലും കഴിയാത്ത ആളുകളെ പിടിച്ച് വന്ധീകരിക്കുകയാണ്. 1 ലക്ഷത്തോളം ആളുകളെയാണ് മിസ തടവുകാരായിട്ടുണ്ടായിരുന്നത്. സഞ്ജയ് ഗാന്ധിയുടെ ലിസ്റ്റിലുണ്ടായിരുന്ന നേതാക്കന്മാരെ ആരെയൊക്കെ അറസ്റ്റ് ചെയ്യണമെന്ന് രാത്രി തന്നെ തീരുമാനിക്കുകയും അവരെല്ലാം പിറ്റേ ദിവസം അന്ന് രാത്രി തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള നരനായാട്ടുകളാണ് നടന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. ഇതെല്ലാത്തിനും ശേഷം ഇത് കേരളത്തിൽ പോയി നമുക്ക് രാജൻ കേസ് അറിയാം. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ ഇന്ത്യയിലെമ്പാടും ഉണ്ടായി. ഇപ്പം ശ്രീലേഖ റെഡ്ഡിയെ പോലുള്ള ചില, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള അവാർഡ് നേടിയിട്ടുള്ള നടികളടക്കം ഈ കാര്യത്തിൽ വലിയ തോതിൽ അവർക്ക് ഇരയാക്കപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ
നമ്മുടെ നാട്ടിൽ വലിയ അഭൂതപൂർവമായിട്ടുള്ള അടിച്ചമർത്തലുകൾക്ക് വിധേയമായ ഒരു കാലഘട്ടമാണിത് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. ഏറ്റവും ഒടുവിൽ ഇത് കോൺഗ്രസിൻ്റെ എനിക്ക് തോന്നുന്നത് ഓർമ്മയിലെടുത്ത് പറയുകയാണ്, ഗോഹട്ടി സമ്മേളനത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം AK ആന്റണി ചോദിച്ചു ഇവരോട്, നമുക്ക് ഒന്ന് പിൻവലിക്കണ്ടേ, അടിയന്തരാവസ്ഥ കുറേ കാലമായല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് എന്നാൽ പിൻവലിച്ചേക്കാമെന്ന് പറഞ്ഞ് 21 മാസങ്ങൾക്ക് ശേഷം പിൻവലിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ ചരിത്രമാണ്. കാരണം ഇന്ദിരാഗാന്ധി തോറ്റു. അപ്പം അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഈ അടിയന്തരാവസ്ഥയൊന്നും ന്യായീകരിക്കാൻ പറ്റില്ല. അടിയന്തരാവസ്ഥയുടെ 50-ാം ആണ്ട് എന്ന് പറഞ്ഞ് വലിയ തോതിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ്? അത് BJP ആണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരള സർവകലാശാലയിലെ മറ്റേ ഹാള് പോലും വാടകയ്ക്ക് എടുത്ത് കഴിഞ്ഞ തവണ എന്തോ പത്മനാഭ ട്രസ്റ്റോ എന്തോ പറഞ്ഞിട്ടുള്ള ട്രസ്റ്റ് ഒരു പരിപാടി എടുത്തപ്പോഴാണല്ലോ ഭാരതാംബ വെക്കാൻ പോയത്. അതൊക്കെ തന്നെ, അതായത് ഇതെല്ലാം തന്നെ അടിയന്തരാവസ്ഥയുടെ 50 ആണ്ട് എന്നുള്ളത് വലിയ തോതിൽ ആഘോഷിക്കാൻ, അതെല്ലാം തന്നെ വീണ്ടും ചർച്ചയിൽ കൊണ്ടുവരാനൊക്കെ തന്നെ മറ്റാളുകൾക്ക് വലിയ തോതിൽ സാഹചര്യം ഒരുക്കും. അതുകൊണ്ടാണ് ഈ പറയുന്ന ശശി തരൂർ ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ശശി തരൂർ പറയുന്നത് ഇത് നമുക്കെല്ലാം തന്നെ ഒരു പാഠമായിരിക്കണം. അതായത് ഒരു എക്സിക്യൂട്ടീവ് വലിയ തോതിൽ അധികാരം പിടിച്ചാൽ വേണമെങ്കിൽ ജുഡീഷ്യറിയെ പോലും ഓവർറൂൾ ചെയ്യാം. ആ ഒരു പോയിന്റ് കൂടി പറയാൻ പറ്റും. ജുഡീഷ്യറി ഓവർറൂൾ ചെയ്യാം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ ഷിബ്ലി? ഭരണഘടനയിൽ ചില ഭേദഗതികൾ കൊണ്ടുവന്നു. 42-ാം വകുപ്പടക്കമുള്ള നിരവധി ഭേദഗതികൾ കൊണ്ടുവന്നു. ആ ഭേദഗതികൾ കൊണ്ടുവന്നത് എന്താണ്? പ്രധാനമന്ത്രി, പ്രസിഡന്റ്, സ്പീക്കർ ഇത്തരത്തിലുള്ള ആളുകളുടെ തെരഞ്ഞെടുപ്പുകളൊന്നും ഒരു കാരണവശാലും കോടതികളിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഏറ്റവും വലിയ തമാശ, അത് മുൻകാല പ്രാബല്യത്തോടുകൂടി കൊണ്ടുവന്നു. അപ്പോൾ വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ കോടതിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, പരിഗണിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഇത് നീണ്ടുപോയത്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ചില ആളുകളൊക്കെ ഇതിന് ന്യായീകരണമായി പറയുന്നത് ഇന്ദിരാഗാന്ധി ഇത് പിൻവലിച്ചില്ല 21 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, അദ്ദേഹം ഒരിക്കലും അവർ ജനാധിപത്യ വിരുദ്ധയായിരുന്നില്ല എന്നാണ്. ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇത് അന്ന് മാധ്യമങ്ങളില്ല, പത്രങ്ങളില്ല, ഒന്നുമില്ലെങ്കിൽ പോലും ഈ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലുള്ള മൂവ്മെൻറ്റുകൾ വലിയ തോതിൽ ജനങ്ങളുടെ ഇടക്കോട്ട് കാതോട് കാതോരം എന്ന് പറഞ്ഞാൽ പടർന്ന് പന്തലിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ ജനതയുടെ വലിയ എതിർപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ടുകൂടിയാണ്, ഇതിങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നറിഞ്ഞുകൊണ്ടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി ഇത് പിൻവലിക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ശശി തരൂർ ഇപ്പം ഇത് എന്തിനു പറഞ്ഞു, ഇപ്പോൾ ഒരു ലേഖനം എഴുതിയത് എന്ത് എന്നുള്ളതൊക്കെ നമുക്ക് പ്രതിപാദിക്കാം എന്നുള്ളതല്ലാതെ ഇതൊരു കാരണവശാലും നമുക്ക് തള്ളിക്കളയാൻ പറയില്ല അദ്ദേഹത്തിൻ്റെ വാദഗതികളൊക്കെ തന്നെ. സാർ ഇപ്പോൾ അവസാനം പറഞ്ഞു ഈ സമയത്ത് ശശി തരൂർ എന്തുകൊണ്ട് എഴുതി എന്നുള്ളത്, അത് സാർ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്ക്, അദ്ദേഹത്തെക്കുറിച്ച് തന്നെ വിചാരിക്കുന്നത് അദ്ദേഹം വളരെ മിടുക്കനായ ഒരു പാർലമെൻറ്റേറിയനാണെന്നും അദ്ദേഹം ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ തന്നെ യോഗ്യനാണ് എന്നുമൊക്കെ ധരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ ഒരു സ്ഥാനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ചാടിപ്പിടിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ചാടിപ്പിടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതൊരു ഇപ്പം ലാസ്റ്റത്തെ അവസരമായിരിക്കും മുഖ്യമന്ത്രിയാകാൻ എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ UDF അടുത്ത തവണ അധികാരത്തിൽ വരികയും ഇവിടെ ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കുകയും ചെയ്താൽ അത് അവസാനത്തെ അവസരമായിരിക്കും എന്നറിയാം. അങ്ങനെ ആകുന്നത് കൊണ്ടുകൂടിയാണ് അദ്ദേഹം കൃത്യമായി, ഇനി അദ്ദേഹം BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ എന്ന് പോലും നമുക്കറിയില്ല, അതൊക്കെയുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ട്വീറ്റ് എക്സ്പോസ്റ്റ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു സർവേയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രിയാണോ എന്ന് ആവശ്യപ്പെടുന്നവർ ഞാനാണ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന പോലെ വോട്ട് പൈപ്പിൻ്റെയൊക്കെ ഒരു ഇലക്ഷൻ സർവേ അദ്ദേഹം എക്സ്പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഇത്തരം ഈ പറയുന്ന ലേഖനങ്ങൾ എഴുതിക്കൊണ്ട് മാധ്യമ ശ്രദ്ധകൾ കൂടുതലായി പിടിച്ചു പറ്റുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്ന് കൂടിയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ അത്ര നിഷ്കളങ്കമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം കറക്റ്റാണ്, ഇത് അദ്ദേഹത്തിൻ്റെ കഥയെ കുറച്ചുകൂടി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളെ നിഷ്പ്രഭമാക്കലോ അതിനെ എതിരിടലോ ഒന്നും കോൺഗ്രസിന് ഒട്ടും എളുപ്പമുള്ള കാര്യം അല്ല.